ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഴുത്ത ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ചക്കയട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്കയടയ്ക്ക് വേണ്ടി ഞാനിവിടെ 20 പഴുത്ത ചക്കച്ചുള എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നല്ല വരിക്കച്ചക്കയാണ് എടുക്കേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള ചക്കച്ചുളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരുവും പാടയും എല്ലാം എടുത്തു മാറ്റിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അരച്ചെടുത്ത ചക്ക ഇതിലേക്ക് ചേർക്കാം. ഒപ്പം തന്നെ 3 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി 2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഇരുന്നാൽ മതി, ഒരുപാടങ്ങ് കട്ടിയായിരിക്കരുത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത വാഴയില എടുക്കാം. ഇനി ഇലയിലോട്ട് കുഴച്ചെടുത്ത മാവ് കുറച്ച് വച്ചു കൊടുക്കാം. ജസ്റ്റ് ചെറുതായി ഒന്ന് പരത്തിയെടുത്ത് ഇല മടക്കി ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് എടുക്കാം. ഇല പൊട്ടിയൊന്നും പോകത്തില്ല. ഓരോന്നും ഇതുപോലെ നമുക്ക് പരത്തി എടുക്കാം. ഞാനിപ്പോൾ എല്ലാം തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വച്ചാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വച്ചാൽ മതി. അടിഭാഗത്ത് കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ട് കമഴ്ത്തി വെച്ച് ഓരോന്നും നമുക്ക് വച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തീ മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വച്ചാൽ മതി. അപ്പോൾ അടയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. കഴിക്കാനും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.